മഞ്ചേരി സ്വദേശിയെ അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്തകൾ കണ്ടു. സമഗ്രമായ അന്വേഷണം നടത്തി പോലീസ്. ഞങ്ങളുടെ ജനകീയ സമരം പ്രദേശവാസികൾ മാത്രമാണ് സമരം ചെയ്തത്. മഞ്ചേരിയിൽ നിന്ന് ഒരാള് അവിടെ എത്തി ഞങ്ങൾക്കാർക്കും പരിചയമുള്ള ആളല്ല. സമരസമിതിയിൽ അങ്ങനത്തെ ഒരാളുമില്ല. പ്രദേശവാസികൾ മാത്രമാണുള്ളത്. ഞങ്ങൾ ആരോപിക്കുന്നത് ഇത് തന്നെയാണ്. സമരം പൊളിക്കാൻ വേണ്ടി ഇവര് ഇറക്കിയ ആളുകളാണെന്നാണ് ഞങ്ങളുടെ സംശയം. 72 മണിക്കൂറുകൾ കൊണ്ട് ഒരു പ്ലാന്റ് പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞു. 6 കോടി നഷ്ടമുള്ള ഇവര് പെട്ടെന്ന് തന്നെ പ്ലാന്റ് പുനഃസ്ഥാപിക്കാൻ ഇവര് ഉണ്ടാക്കിയ ഒരു അക്രമമാണ് എന്നുള്ളതിന്റെ തെളിവാണിത്. ഫ്രഷ് കട്ട് സംഘർഷത്തിൽ നിലവിൽ 10 പേരിൽ താഴെ മാത്രമാണ് പിടിയിലായത്. അതിൽ തന്നെ കഴിഞ്ഞ ദിവസമാണ് മഞ്ചേരി സ്വദേശി താമരശ്ശേരി പോലീസിന് പിടിയിലായത്. ഇപ്പോൾ ആ മഞ്ചേരി സ്വദേശി പിടിയിലായപ്പോൾ തന്നെ കൃത്യമാണ് ഇതിന് പിന്നിൽ ആരോ ഉണ്ട് എന്നുള്ള ഉറപ്പ്, ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയായിരുന്നു CPM. അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ സമരസമിതി ചെയർമാൻ ബാബു കുടിക്കൽ രംഗത്തെത്തിയിരിക്കുന്നത്. മഞ്ചേരി സ്വദേശിയെ അറിയില്ല, സമരസമിതി അംഗമല്ല, പോലീസിന്റെ ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണ്, ആരെയൊക്കെയോ പിടികൂടാൻ ശ്രമിക്കുന്നു, ഇത് നേരായിട്ടുള്ള കാര്യമല്ല എന്ന നിലപാടിലാണ് നിലവിൽ ഇപ്പോൾ സമരസമിതി ചെയർമാനായിട്ടുള്ള ബാബു കുടിക്കലുള്ളത്. പക്ഷേ CPM ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. ഇതിന് പിന്നിൽ SDP ഉണ്ട്, ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന നിലപാട് ഉറപ്പിച്ച് പറയുകയാണ് CPM. അതിനെ പൂർണ്ണമായും പ്രതിരോധിച്ചുകൊണ്ടാണ് സമരസമിതി ചെയർമാൻ ബാബു കുടിക്കൽ രംഗത്തെത്തിയിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പോലീസിന്റെ വ്യാപക റെയ്ഡാണ് താമരശ്ശേരി, കൂടത്തായി, കട്ടിപ്പാറ, ഓമശ്ശേരി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അവിടെയുള്ള ജനങ്ങളെല്ലാം വലിയ ഭീതിയിലാണ്. രാത്രിയിലൊക്കെ അവർ വീടുകൾ കയറി ഇറങ്ങുന്നു. വനിതാ പോലീസ് മണിക്കൂറുകളോളം വീടുകൾ അടിച്ചു നിൽക്കുകയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. ജോലിക്ക് പോകുന്ന സമയമാകുമ്പോൾ ടൗണിൽ തടഞ്ഞു നിർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ പോലീസിനെതിരെ നാട്ടുകാർ ഉയർത്തുന്നത്. ഒപ്പം തന്നെ നാട്ടുകാർ ഒരു പട്ടിണി സമരം സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. ഈ വരുന്ന ബുധനാഴ്ച താമരശ്ശേരി ടൗണിലും കൂടത്തായി ടൗണിലും വീട്ടമ്മമാർ ഒരു പട്ടിണി സമരത്തിലേക്ക് കൂടി പോകുന്നു. പക്ഷേ പോലീസ് പറയുന്നത് ഇത് റൂറൽ SP അടക്കം അതിക്രമിച്ച ഒരു സംഭവമാണ്, സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിച്ചു, സംഘം ചേർന്നുകൊണ്ട് ഒരു കലാപ ആഹ്വാനം തന്നെ നടത്തി. അതിന്റെ പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പോലീസ് ഇത്തരത്തിലേക്കുള്ള നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ അതിനെതിരെ വ്യാപകമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും കൂടത്തായിലെ സ്കൂള്, പള്ളികൾ, വ്യാപാര വ്യവസായ ഏകോപന സമിതി അടക്കം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. പോലീസിന്റെ നടപടിക്കെതിരെയാണ് പ്രസ്താവന ഇറക്കിയത്. മുഖ്യമന്ത്രി വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടണം, DGP വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടണം എന്നുള്ള നിലപാടിലാണ് നിലവിൽ നാട്ടുകാരുള്ളത്.